ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹോം ആൻഡ് കിച്ചൺ ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണ നമ്മൾ ഇതുപോലെയുള്ള മീനൊക്കെ ശരിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ നമ്മുടെ മേത്ത് തെറിക്കാനും അതുപോലെ തന്നെ പുറത്തൊക്കെ ആവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഈ ഒരു മീനൊക്കെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ശരിയാക്കി എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മീനും കാര്യങ്ങളൊക്കെ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ളൊരു പിന്നിൽ വെള്ളം നിറച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചതിന് ശേഷം ആ ഒരു മീനും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കത്തിയോ പീലറോ എന്താ വെച്ചാൽ അത് ഇങ്ങനെ വെള്ളത്തിൽ നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മളത് ശരിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ആ ഒരു പാത്രത്തിൽ മാത്രമേ ആവുള്ളൂ. നമ്മുടെ മേത്തോ അല്ലെങ്കിൽ പുറത്തൊന്നും തെറിക്കാണ്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് തന്നെ ആ ഒരു മീനും കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ വീടുകളിൽ വാങ്ങിക്കുമ്പോൾ ഈ ഒരു പഴവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കേടാവുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് റോബസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പഴം നമുക്ക് 2 ദിവസം സൂക്ഷിക്കുമ്പോൾ തന്നെ കേട് വന്ന് പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ദിവസം കൂടെ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടിപ്പാണിത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമോ അന്നോ യൂസ് ചെയ്യുന്ന പഴം മാത്രം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പഴങ്ങളിലൊക്കെ അതിൻ്റെ ആ ഒരു ടിപ്പ് പോർഷനിൽ നമ്മൾ ആ ഒരു ടിപ്പ് പോർഷൻ ഒടിഞ്ഞു പോകാണ്ട് പൊട്ടിപ്പോകാണ്ടൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ആ ഒരു പോർഷൻ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് എയർ ടൈറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ഡേയ്സ് മോർ നമുക്കത് കേടുവരാണ്ടൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ദ ടിപ്പ്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വേറെ പഴങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ദിവസം നിൽക്കുന്നതാണ്. നമ്മൾ റോബസ്റ്റ് പഴം 2 ഡേയ്സ് മാത്രം ഇതുപോലെ വെച്ചാലും മതിയാകും. നേന്ത്രപ്പഴവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ദിവസം നമുക്കിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കേടുകൂടാണ്ട് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വീടൊക്കെ എത്ര വൃത്തിയാക്കിയിട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു എൻട്രിയിൽ വെക്കുന്ന മേശയും കാര്യങ്ങളൊക്കെ ഇതുപോലെ മെസ്സി ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഇംപ്രഷൻ ഫെയിൽ ആവാനും നമുക്ക് തന്നെ ഒരു നീറ്റ്നെസ് ഇല്ലാത്ത പോലെ തോന്നാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ എൻട്രി പോർഷനിൽ വെക്കുന്ന ആ ഒരു നമ്മുടെ ഹോം എൻട്രിയിൽ വെക്കുന്ന ആ ഒരു മേശയോ എന്താണെന്ന് വെച്ചാലും അതൊന്ന് നീറ്റായിട്ട് ടൈഡി ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ വീടിൻ്റെ എൻട്രി പോർഷനിലുള്ള ഒരു ടേബിളാണിത്. അപ്പോൾ ഈ ഒരു ടേബിൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഇത് ഞാൻ സ്റ്റാപ്ല ഹോൾഡറായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് 2 കപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ബാസ്ക്കറ്റോ ഇതുപോലെയുള്ള കപ്പോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കത് ഒരു റിമോട്ട് ഹോൾഡറായിട്ടും പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു ചാർജറോ അല്ലെങ്കിൽ ഒരു പ്ലാന്ററായിട്ട് പോലും നമുക്ക് ആ ഒരു ടേബിളിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നീറ്റായിട്ട് തന്നെ നമ്മുടെ എൻട്രി പോർഷനൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ഇത് എൻ്റെ കർട്ടനൊക്കെ വാഷ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള റിംഗ് കർട്ടൻസൊക്കെ ആണെങ്കിൽ നമ്മളത് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യുന്ന നേരത്ത് സ്പിൻ ചെയ്യുന്ന ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ ഈ ഒരു റിങ് കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ വേറെ ക്ലോത്ത്സിലൊക്കെ കൊളുത്തി വലിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെയുള്ള ക്ലോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രിങ്ങോ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടൊന്ന് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈ ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു കേട് കൂടാണ്ട് നമ്മുടെ ആ ഒരു റിങ് കാര്യങ്ങളൊന്നും പൊട്ടിപ്പോകാണ്ട് തന്നെ നമുക്ക് കർട്ടൻസൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കർട്ടൻസൊക്കെ വാഷ് ചെയ്യുന്ന നേരത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ട്യൂണ പീസാണ്. ഇതൊരു ഡ്രൈഡ് പീസാണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും. നമ്മളിതൊക്കെ കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ ഇത് നല്ല ഉണക്കിയെടുത്തതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടാണ് കിടക്കൽ. അപ്പോൾ അതൊക്കെ നമ്മൾ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ ഫുൾ അവിടെ ഇവിടെയൊക്കെ തെറിക്കാനും നമുക്ക് പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്കതൊന്ന് പീസാക്കി എടുക്കണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യൽ ഇതുപോലെയുള്ളൊരു ക്ലീൻ ആയിട്ടുള്ളൊരു കോട്ടൻ്റെ കവറാണ്. അപ്പോൾ ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ട്യൂണ ഡ്രൈഡ് പീസ് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കത്തിയുടെയൊക്കെ പിടിഭാഗമാണ്. ആ ഒരു ഭാഗം വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ആ ഒരു പീസും കാര്യങ്ങളൊക്കെ തെറിച്ച് പോകാണ്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് തന്നെ ആ ഒരു ഡ്രൈഡ് പീസൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമുക്കിത് കുറേ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് കുപ്പിയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ ആവശ്യത്തിനനുസരിച്ച് അതൊന്നെടുത്ത് യൂസ് ചെയ്താലൊക്കെ മതിയാവും. അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കുട്ടികളുടെ ഫസ്റ്റ് ടൈം എക്സാമൊക്കെ തുടങ്ങാറായി. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ വർക്ക് നമുക്കുണ്ടെങ്കിലും ആ ഒരു പ്രിഫറൻസ് അവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവർക്കൊരു പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളൊക്കെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പണിയുണ്ടെങ്കിലും അവർക്കായിട്ട് കുറച്ച് ടൈം മാറ്റി വയ്ക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ പിന്നെ അതുപോലെ തന്നെ അവർക്കൊരു ഫ്രഷ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സ്പേസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. സാധാരണ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് മാറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവരെ ടേബിൾ ക്ലോത്തൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ടിപ്പ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്ലേറ്റിൻ്റെ ഓർഗനൈസർ അല്ലേ, അപ്പോൾ ഇത്രയും ഓർഗനൈസർ ഞാൻ യൂസ് ചെയ്യാണ്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓർഗനൈസർ ഞാനിവിടെ ഒന്ന് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബുക്ക് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ടേബിൾ കാണുമ്പോൾ തന്നെ ഒരു ഓർഗനൈസായിട്ട് കിടക്കുന്നത് പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കും നല്ലൊരു മൂഡപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരും വന്നിരുന്ന് പഠിക്കാനൊക്കെ അവർക്ക് നല്ലൊരു ഫ്രഷ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആ ഒരു ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഓർഗനൈസർ വെച്ചിട്ട് അവരുടെ എല്ലാ ബുക്സും ആ ഒരു ഓർഗനൈസറിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്കൂൾ ബുക്സും പിന്നെ അതുപോലെ ട്യൂഷന് യൂസ് ചെയ്യുന്ന ബുക്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അവർക്ക് നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അവർക്ക് ഒരു ഗൈഡായിട്ട് നിൽക്കുക, സ്പൂൺ ഫീഡിങ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ എല്ലാ മക്കൾക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാമൊക്കെ എഴുതുക. അപ്പോൾ നമ്മുടെ ടിപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടിപ്പ് കാര്യങ്ങളൊക്കെ ഉമ്മമാർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതുപോലെയുള്ള പ്ലേറ്റ് ഓർഗനൈസർ നമുക്കിതുപോലെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൊണ്ടുവന്ന് വെച്ച് നോക്കുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്, അടുത്തനി എന്താ അമ്മ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഓർഗനൈസറൊക്കെ നമുക്കൊന്ന് റീയൂസൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ്. ഇനി നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുമ്പോൾ അതൊക്കെ ചിലപ്പോൾ പുഴുങ്ങുന്ന സമയത്ത് തന്നെ പൊട്ടിപ്പോകാനും അതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ തോടൊക്കെ പൊളിച്ചെടുക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുക എന്നുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം തിളക്കുന്നതിന് ജസ്റ്റ് മുമ്പ് മാത്രമായിട്ട് വേണം നമ്മൾ ആ ഒരു മുട്ടയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം 2 മിനിറ്റ് നല്ല രീതിയിൽ വരണം. 2 മിനിറ്റ് നല്ല രീതിയിൽ ഇതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു 2 മിനിറ്റ്സും കൂടെ വെയിറ്റ് ചെയ്യുക ആ ഒരു വെള്ളത്തിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ചൂട് വെള്ളം മാറ്റി കൊടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ മുട്ട ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു തോട് കാര്യങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ടെങ്കിൽ മുട്ടയൊന്നും പൊടിഞ്ഞു പോകാണ്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഈ ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്പ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്